ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് 2019 നവംബർ മാസം 15-ാം തീയതിയാണ്. അതിനു മുമ്പ് കമ്മീഷണർ പദവി ഒഴിയുന്നത് 2019 മാർച്ച് 14-നാണ്. ഇപ്പോഴ് വിവാദമായിരിക്കുന്ന ഈ വിഷയം, അതായത് ഈ ദ്വാരപാലകരുടെ പാളി, അത് അവിടെ നിന്ന് എടുക്കുന്നതും കൊണ്ടുപോകുന്നതും അത് തിരിച്ചു സ്ഥാപിക്കുന്നതും ഒക്കെ ഈ ഇടയ്ക്ക് വരുന്ന ഈ പീരീഡിലാണ്, ഞാനുള്ളപ്പോഴല്ല. 2019 ജൂലൈ 19-ാം തീയതിയാണ് ഇത് അവിടുന്ന് ഇളക്കി കൊണ്ടുപോയതായിട്ട് കാണുന്നത്. അത് തിരിച്ചു സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഈ പീരീഡിൽ ഞാൻ കമ്മീഷണറുമല്ല പ്രസിഡന്റുമല്ല. ഞാൻ വെറുതെ ഇതങ്ങ് ഒഴിയാൻ വേണ്ടി പറയുന്നില്ല, ഇതിലെല്ലാം രേഖകളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പലരും നേരത്തെ എന്നോട് കാര്യത്തൊക്കെ ശ്രമിച്ചപ്പോഴും ഞാൻ അഭിപ്രായം പറയാൻ ശ്രമിച്ചു. കാരണം എന്റെ വീട്ടിലല്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോഴിത് പറയാൻ കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇന്നലത്തെ ഇടക്കാല ഉത്തരവ് ഒരു ഇമെയിലിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്കറിയാമായിരുന്നു എന്ന് ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാഷ്വലായി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരു കാര്യത്തിനും അയാൾ നേരിട്ട് വന്നിട്ടില്ല. അയാൾ ശബരിമലയിലെ ഈ അന്നദാനത്തിനും ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ധാരാളം സ്പോൺസർമാർ വരുന്നുണ്ട് ശബരിമല ചെയ്യാനായിട്ട്. അതിലെ ഒരാളായിട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു എന്താ പറഞ്ഞ ഒരു എന്റെ അടുത്ത് പോലും വന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് അറിഞ്ഞേ കൂടാ. അയാളെ അറിയാം. അയാള് ഒരു സ്പോൺസർ എന്നുള്ള രൂപത്തിൽ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അയാളെപ്പറ്റി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അടക്കം സംശയം ഉണ്ടായത് ഇപ്പോഴല്ലേ. അയാൾ ഇന്നലെ വരെ അയാളെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. അപ്പൊ അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയാനുള്ളത്. ഇപ്പോഴ് നമ്മളുമായി നേരിട്ട് ബന്ധപ്പെടാത്ത സാഹചര്യത്തിലാണ്. പക്ഷേ താങ്കളടക്കമുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമായും ഭരണ സംവിധാനവുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായി ആ വ്യക്തിയുടെ ഷേഡിയായിട്ടുള്ള ഇടപാടുകളിൽ സംശയം തോന്നുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന അധികാരികൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംശയം തോന്നുന്ന ഇപ്പോഴാണ്. ശബരിമലയിലെ സ്പോൺസർമാരായിട്ട് വരുന്ന ധാരാളം ആളുകളുണ്ട്. സ്പോൺസർമാര് ശബരിമലയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സ്പോൺസർമാര്. കാരണം ശബരിമലയില് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതില് ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും മാത്രം കഴിയില്ല. അത് ധാരാളം സ്പോൺസർമാർ, ഉദാഹരണത്തിന് അവിടുത്തെ കൊടിമരം ഒരു സ്പോൺസറാണ് ചെയ്തത്. അവിടെ ഓഡിറ്റോറിയങ്ങൾ ചെയ്തിട്ടുണ്ട്, കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്പോൺസർമാരാണ്. ഈ വരുന്ന സ്പോൺസർമാരുടെ ചരിത്രമെല്ലാം ഒരു ബോർഡിന്റെ കാലത്തും അത് പരിശോധിക്കുക പ്രായോഗികമല്ല.